അവസാനത്തുള്ളി രക്തവും ജലവും ഭൂമിയിൽ ഇറ്റുവീണാൽ ഭൂമി ദൈവസ്നേഹത്താൽ മുദ്രവയ്ക്കപ്പെടുന്നു. കാൽവരി കുരിശിൽ സ്നേഹം അപ്പമായി മാറിയ ആഴത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്നും ആഴ്ന്നിറങ്ങുന്ന ദൈവസ്നേഹം ഉള്ളിൽ ആവഹിച്ച ദിവ്യകാരുണ്യ ഭക്തൻ ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി. ജീവിക്കുന്ന ദൈവം തന്നെയാണ് ദിവ്യകാരുണ്യത്തെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് തൻ്റെ ഓരോ ഹൃദയമെടുപ്പും ദിവ്യകാരുണ്യ ആരാധനയാക്കി മാറ്റിയ ധന്യാത്മാവ്. ഓർമ്മ വെച്ച നാൾ മുതൽ ദിവ്യപൂജയെ സഹായിച്ചു. കാലത്തിന്റെ തികവിൽ ഒരു പുരോഹിതനായി, മെത്രാനായി, സ്വർഗത്തിലെ മാലാഖമാരെ പോലെ ഭൂമിയിൽ ദിവ്യകാരുണ്യത്തെ അനവരതം പാടിസ്തുതിക്കാൻ ഒരു സന്യാസി സമൂഹം ഉണ്ടാകണം എന്നാഗ്രഹിച്ച് ദിവ്യകാരുണ്യ ആരാധനാ സഭയ്ക്ക് രൂപം കൊടുത്ത് ദിവ്യകാരുണ്യത്തോടുള്ള അത്യഗാധമായ സ്നേഹത്തിന്റെ ഉപാസകനായി മാറിയ ധന്യപിതാവ്. ദിവ്യകാരുണ്യ ഈശോയുടെ അതിരറ്റ സ്നേഹവും താഴ്മയും ശാന്തഗുണവും കണ്ടുപഠിച്ച് തൻ്റെ ജീവിതം മുഴുവൻ അത് ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിശുദ്ധ കുർബാന ഈശോ തന്നെയാണ് എന്ന ബോധ്യമുണ്ടായിരുന്ന പിതാവ് പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ കൈകൾ കൂപ്പി മുട്ടിന്മേൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് നമ്മെ പഠിപ്പിച്ചു. കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ ആത്മീയ നയനങ്ങൾ ദിവ്യ സക്രാനിയിലേക്ക് തിരിഞ്ഞിരിക്കണം എന്ന് പറയുന്ന പിതാവ് പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള സുഹൃത്ത് ജപം ആഴത്തിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, വിശുദ്ധ കുർബാനയുടെ അർപ്പണം, വിശുദ്ധ കുർബാനയുടെ ആരാധന എന്നീ മൂന്ന് കാര്യങ്ങളാണ് പിതാവിന്റെ ജീവിതം ധന്യമായി തീർന്നു. തന്റെ ആത്മീയ മക്കളായ ദൈവജനത്തിന് വിളങ്ങി ശോഭിക്കേണ്ടതായ ഭക്തി വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയാണ് എന്ന് അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രകടമാക്കുന്ന ധാരാളം ഇതേ ലേഖനങ്ങൾ അദ്ദേഹം എഴുതി. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമായും തനിക്ക് ദിവ്യകാരുണ്യത്തോടുള്ള അഗാധമായ സ്നേഹം എന്താണ് എന്നുള്ളതിൻ്റെ നിത്യസ്മാരകമായും ദിവ്യകാരുണ്യ ആരാധനാ സഭയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ധന്യനായ വന്യപിതാവിന്റെ 101ാം ചരമവാർഷികം ആചരിക്കുന്നതിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഈ ധന്യാത്മാവ് എത്രയും വേഗം വിശുദ്ധന്റെ കണത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി നമുക്ക് തീഷ്ണമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.